നമസ്കാരം. സുവർണ കർണാടക കേരള സമാജം ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന. ദൈവത്തിൻ്റെ ആളുകളുടെ നാട് എന്നു പേരുള്ള കർണാടകയിൽ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ. സാംസ്കാരിക കേരള തനിമ കർണാടകയിലുള്ള മലയാളികളിൽ പ്രചരിപ്പിക്കുക എന്ന തദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഉദ്യമം. പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. വിശ്വസ്തത, അഖണ്ഡത, സുതാര്യത എന്ന ആപ്തവാക്യവുമായി കർണാടക സംസ്ഥാനം മുഴുവൻ പ്രതിനിധീകരിക്കുന്ന മലയാളികളുടെ ഏക സംഘടന. അതാണ് SKKS. അടുത്തതായി I would like to invite Shri Sajan K. Joseph sir, the SKKS State Coordinator, to address the gathering, please. ഈ കുടുംബ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ബാലൻ സർ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർമാരെ, നമ്മുടെ സോണിൻ്റെ നേതാക്കന്മാരെ, മെമ്പർമാരെ, നമ്മുടെ സുവർണ കർണാടക കേരള സമാജം തുടങ്ങിയിട്ട് 14 വർഷമായെങ്കിലും സുവർണ ക്ലിനിക്, നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമായ സുവർണ ക്ലിനിക് തുടങ്ങിയിട്ട് ഇന്ന് 8 വർഷം പൂർത്തിയാവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ നടത്തുന്ന സംഗമം, അടുത്ത വർഷം നമുക്കായി ഒരു ക്ലിനിക്ക് കൂടി നമ്മുടെ യേശു സോണിന് തുടങ്ങുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബാവലിയൻ സാറും ബൈജു അടക്കമുള്ള നേതാക്കന്മാരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരെണ്ണം കൂടി തുടങ്ങുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം സുവർണ കർണാടക കേരള സമാജത്തിൻ്റെ ഏറ്റവും പരമ ഉദ്ദേശം തന്നെ ചാരിറ്റിയാണ്. അത് പല സോണുകളിൽ ഇപ്പം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. സുവർണ ഭവനത്തിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. ചാരിറ്റിയുടെ ഏറ്റവും പരമോന്നതമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വീടുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. 3ാമത്തെ വീടിൻ്റെ താക്കോൽദാനം അടുത്ത ദിവസം തന്നെ നടക്കും. അതോടൊപ്പം 101 വീടുകളാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ 2025 നമുക്കൊരു 10 ഭവനമെങ്കിലും കൊടുക്കുവാൻ, പാവപ്പെട്ടവർ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ കാര്യം, നമ്മൾ എല്ലാവരും പോയെങ്കിലും നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. ഈ കുടുംബ കൂട്ടായ്മയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീടുകളിൽ കുട്ടികളുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ വളരെ ഭയാനകമായ, അത് ശരിക്കും മാരകമായ ഒരു വിപത്ത് നമ്മുടെ കുട്ടികളിൽ വന്നു ചേർന്നിരിക്കുന്നു. സ്കൂളിലും കോളേജിലും ഉള്ള കുട്ടികൾ, നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നും ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ MDMA എന്ന് പറയുന്ന മാരകമായ മരുന്ന്. അത് നമ്മുടെ കുട്ടികളിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. കോളേജുകാർക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവരുടെ ഭാഗം രക്ഷിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. നിങ്ങൾ, അതായത് നമ്മൾ, നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തിൽ വളരെ അപകടകരമായ രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബാഗും പോക്കറ്റ് വരെല്ലാം ചെക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് 9, 10, 11, 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നത്. നമുക്കറിയാം, ഞങ്ങൾ ഈ പോലീസ് ഓഫീസർമാരായിട്ട് സംസാരിക്കുമ്പോൾ പല ഭാഗത്തു നിന്ന് കിട്ടിയ നമ്മുടെ അറിവാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് കോളേജ്. കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ആ ഒരു ടെൻഡൻസി കുറവാണ്. മറ്റ് വെളിനാടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എങ്കിലും നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായതും ഒന്നും പറയാൻ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടും ഈ സുവർണ ക്ലിനിക്കിൻ്റെ 8ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സംഘടനാ നേതാക്കന്മാരെയും എല്ലാവർക്കും ആശംസ നേരുന്നു. എല്ലാവർക്കും ഈ 2025 നല്ലൊരു വർഷമാകട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
I would like to invite Mr. Prasad, the East Zone member, to do the honorings for sir. அடுத்ததாய், it's a felicitation. I would like to invite Sister Daisy Ann, who is a part of the Suvarna Clinic. She's running a Christic Novendam Foundation for the past 25 years. Sister is running a foster home for boys and for single parent children for 25 years. I would like to invite Sister onto the stage. And also, to do the honors, I would like to invite Toby Jacob, the E-Zone member. Toby Jacob, to do the honors. Sister Daisy Ann is running a foster home for boys and single parent children for the past 25 years. Sir Biju Kolumpuri sir from Suvarna Karnataka Kerala Samaj Bhavanam Chairman SKKS to address the gathering, please. യോഗാധ്യക്ഷൻ ശ്രീ ബാഹുലയൻ സർ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സമയത്ത് ഒരു അധിക പ്രസംഗം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഈ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരട്ടെ. ഈസ്റ്റ് സോണിന്റെ ഏറ്റവും ശക്തരായ പ്രവർത്തകർ വളരെ ഭംഗിയോടെ കുറഞ്ഞ സമയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടുതൽ നിങ്ങളുടെ സുവർണ ക്ലിനിക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു ഏറ്റവും വലിയ സാക്ഷാത്കാരമായി നിങ്ങൾ തുടങ്ങിയ സുവർണ ക്ലിനിക്. അതിന്റെ ഡോക്ടർ രജനി ഈസ് ഹിയർ, ഹിസ് സ്പൗസ് ഡോക്ടർ മിസ്റ്റർ സതീഷ് ഈസ് ഓൾസോ ഹിയർ. ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്, ഓൺ ബിഹാഫ് ഓഫ് Suvarna Karnataka Kerala Samajam, we are congratulating you and thanking you wholeheartedly for such a wonderful service that you are rendering here. And your family also, we are extending this thanks. അതൊരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സേവനം എന്നുള്ളതാണ്. പത്മനാഭ സാർ തുടങ്ങിയ അതേ വാക്കിൽ തന്നെ ഞാനും തുടങ്ങട്ടെ. നിങ്ങൾ നിന്റെ ദേശത്തിന് എന്ത് കൊടുത്തു എന്നല്ല, നിങ്ങളുടെ ദേശം നിങ്ങൾക്ക് എന്ത് തന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ദേശത്തിന് നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളതാണ് അവസാനത്തെ കണക്കെടുപ്പിൽ നാം കൊടുക്കേണ്ട കണക്ക്. അതാണ് ഇത് നാം ഈ രാജ്യത്തിന്, പ്രത്യേകിച്ച് കർണാടകത്തിൽ വന്ന് പ്രവാസികളായി താമസിക്കുന്ന നാം നൽകേണ്ട പഠിക്കേണ്ട ചില പാഠങ്ങളാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിന് നാം കൊടുക്കുന്നത്? ഈ കർണാടക എന്ന ഈ അമ്മ നമ്മുടെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ നാം എന്താ അവൾക്ക് തിരിച്ചു നൽകി? തിരിച്ചു നൽകലിന്റെ, ആ സോഷ്യൽ സേവനത്തിന്റെ, ആ സോഷ്യൽ സർവീസിന്റെ ഏറ്റവും മഹത്തായ മാതൃകകളിലേക്ക് നാം ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ചുവടാണ് നമ്മുടെ സുവർണ ക്ലിനിക്. വളരെ സന്തോഷത്തോടെ തന്നെ സുവർണ സ്പർശം എന്ന ഒരു മഹത്തായ സംരംഭം കഴിഞ്ഞ 2024 അവസാനം നാം തുടങ്ങി വയ്ക്കുകയുണ്ടായി. സുവർണ സ്പർശത്തിന്റെ കീഴിൽ, ആ വലിയ കൊടിയുടെ കീഴിലുള്ള ഒട്ടനവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തു. അതിലൊന്നാണ് സുവർണ ഭവനം. ആ പദ്ധതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും ഹൃദയവും മനസ്സും ഇട്ട് ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ഒരു ഭവന പദ്ധതിയുടെ തുടർച്ചയായി വീണ്ടും നമ്മൾ സുവർണ ഭവനം എന്ന സ്വപ്നങ്ങളിൽ പോലും വീടുകളില്ലാത്ത, സ്വപ്നങ്ങളിൽ പോലും ഒരു ഭവനമില്ലാത്ത മനുഷ്യർക്ക് ഒരു ഭവനത്തിന്റെ, ഒരു വീടിന്റെ തണലിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള ഒരു മഹത്തായ സംരംഭത്തിന്റെ തുടക്കമാണിത്. കൊത്തന്നൂർ സോൺ എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും സഹോദരമായ സോൺ തുടങ്ങി വെച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ന് നാം അനൗൺസ് ചെയ്ത വിതിൻ എ വീക്ക് ദേ സ്റ്റാർട്ടഡ് എ ഹൗസ് സീരീസ്. അതിന്റെ ഏതാണ്ട് സിംഹഭാഗവും തീർന്നിരിക്കുകയാണ്. ശ്രീമാൻ ശശിധരൻ സാറിന്റെ നേതൃത്വത്തിൽ, അതിപ്പോൾ നമ്മുടെ ശശി സാറിന്റെ നേതൃത്വത്തിൽ നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോർഡിനേറ്ററായിട്ട് എന്നോടൊപ്പം ഉള്ളത് നിങ്ങളുടെ പഴയ ചെയർമാനും ഉണ്ട്, ശ്രീ KJ ബൈജു സാർ. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്മരിക്കുകയാണ് ഞാൻ ഈ കാര്യങ്ങളിൽ. ഇത് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, 2 ഡിസ്ട്രിക്ട് കമ്മിറ്റികളെയും അഭിനന്ദനപൂർവ്വം കൃതജ്ഞതയോട് കൂടി ഞാൻ ഓർക്കുന്നു.
സുവർണ ഭവനത്തിന്റെ ഒരു ഭവനം ബാഹുലേൻ സാർ നിങ്ങളുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ നടക്കുമെന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഈ കമ്മിറ്റിയിലുള്ള ഒരു മനുഷ്യൻ പോലും എൻ്റെ അറിവിൽ, എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം പേരും, ആര് പോലും ഓരോരുത്തരും സ്വന്തമായി ഒരു ഭവനം ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവരാണെന്ന് എനിക്കറിയാം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റുകൾ തുറക്കേണ്ട ആവശ്യമില്ല, പേഴ്സന്റെ വാലറ്റുകൾ തുറക്കേണ്ട ആവശ്യമില്ല. ഹൃദയം തുറന്നാൽ മാത്രം മതി. ഹൃദയത്തിനുള്ളിലൂടെ ഒഴുകും ആ സ്നേഹത്തിന്റെ പ്രവാഹമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കയെ എൻ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അതാണ് സാമൂഹ്യ സേവനത്തിന്റെ പ്രത്യേകത. ജനസേവി, ജനാർദ്ദന സേവി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന സേവനമാണ് നമ്മൊരു പാവപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കുന്ന 1 രൂപ നാണയത്തിന്. തീർച്ചയായും ഉണ്ട്. ഇന്ന് ഒരു ഭിക്ഷക്കാരൻ എൻ്റെ മുന്നിൽ രാവിലെ പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൈ നീട്ടി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് കൊടുക്കണ്ട, കാരണം അവനവിടെ പോയി കള്ളു കുടിക്കാനുള്ളതാണ്, എനിക്കറിയാവുന്ന ആളാണെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. കാരണം നമ്മുടെ സേവനത്തിൽ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതെന്നാണ്, അവർക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് നാം കൊടുക്കുന്ന 1 രൂപ നാണയത്തൊട്ട് അവനൊരു പക്ഷേ അവന്റെ ജീവനോപാധിക്കുള്ള ഒരു ചെറിയ അടിസ്ഥാനമായി തീർന്നെങ്കിൽ എന്നുള്ള ചിന്തയോടെ നാം ചെയ്യണം. അടച്ചാക്ഷേപിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പാവപ്പെട്ടവരൊന്നും ഉണ്ടാകുമെന്ന് ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ അവര് നോക്കിക്കോളുമെന്നുള്ള ചിന്തയിലേക്ക് പോകരുത്. നാം നോക്കണം, ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് ആവഹിക്കാൻ, മുമ്പേ പറഞ്ഞ സ്നേഹത്തിന്റെ സ്പർശങ്ങളാകുവാൻ, സേവനത്തിന്റെ വക്താക്കളാകുവാൻ, പ്രവാചകരാകാൻ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ നാണയത്തൊട്ടുകൾ മതി. ഒരു സോളിഡ് ബ്ലോക്ക് വേണമെങ്കിൽ 35 രൂപ മാത്രം മതി. നിങ്ങളുടെ സംഭാവന വെറും ഒരു സോളിഡ് ബ്ലോക്ക് ആവട്ടെ, ഒരു ചാക്ക് സിമെന്റ് ആവട്ടെ, ഒരു തരി മണലാവട്ടെ, എന്ത് നൽകിയാലും ഹൃദയപൂർവ്വം കൈനീട്ടി സ്വീകരിക്കുവാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. തരിക, നിങ്ങൾ സ്വാർത്ഥരാകുക. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം, പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. Thank you so much, sir. I would like to invite Mr. Hari Krishnan, E-Zone member, to do the honoring Subhaju, sir. അടുത്തതായി I would like to invite Srimati Maya Krishnakumar, the Ladies Wing Chairperson, Bangalore East Zone, to address the gathering, please. മാന്യ സദസ്സിന് വിനീതമായ നമസ്കാരം. ഈ വൈകിയ വേളയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ഈ അവസരത്തിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവർണ കർണാടക കേരള സമാജം ഈസ്റ്റ് സോണിന്റെ വാർഷികവും സുവർണ ക്ലിനിക്കിന്റെ വാർഷികവും ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയുവാനുള്ളത്, ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം കൂടിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എത്തിച്ചേരുവാൻ സാധിച്ചല്ലോ ഈ ദിവസം ഞങ്ങളോടൊപ്പം ഈ ആഘോഷ പരിപാടിയിൽ, അതിന് തന്നെ ഏറ്റവും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ സുവർണ കർണാടക കേരള സമാജം ഈസ്റ്റ് സോണിന്റെ ഭാഗമായി ഒരു ലേഡീസ് വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും ഏകദേശം 60 സ്ത്രീ ജനങ്ങളെ നമ്മളോടൊപ്പം കൂട്ടുവാനായിട്ട് നമുക്ക് സാധിച്ചു ഈ 2 വർഷത്തിനുള്ളിൽ. എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ ഒപ്പം കൂടി നിന്ന് എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ബാബുരാജേട്ടൻ പറയുകയുണ്ടായി, നമ്മൾ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇത് പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത്. അതുപോലെ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല ഒരു സംഘടനയുടെയും പ്രവർത്തനങ്ങൾ. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പണ്ട് നമ്മുടെ മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സംഘടിക്കുവിൻ, ശക്തരാകുവിൻ. ഒരു സംഘടനയിലൂടെ മാത്രമേ ഇന്നത്തെ കാലത്ത് പ്രവാസികളായി നമ്മൾക്ക് ഓരോരുത്തർക്കും ശക്തരാകുവാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, ഒരു സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, പ്രത്യേകിച്ച് സങ്കടങ്ങളാണ് നമുക്ക് കൂടുതൽ ആളുകളെ വേണ്ടി വരുന്നത്.
ആ അവസരത്തിലൊക്കെ നമ്മളൊരു സംഘടനയാണെങ്കിൽ, നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പങ്കുവെക്കുവാനും അതോടൊപ്പം അവരുടെ ആശ്വാസവാക്ക് കേൾക്കുമ്പോഴും അതുണ്ടാകുന്ന സംതൃപ്തി, നമ്മുടെ ഉറ്റവരൊക്കെ നമുക്ക് നമ്മുടെ നാടുകളിലായിരിക്കും. അവരൊക്കെ എത്തിച്ചേരുന്നതിന് മുൻപ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സംഘടനയുടെ ആളുകൾ എത്തിച്ചേരുമ്പോൾ നമുക്കുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഇനിയും ഇതിന്റെ ഭാഗമാകാത്തവരോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ സംഘടനയുടെ ഭാഗമാവുക, പ്രവർത്തിക്കുക, നമുക്ക് ശക്തരാകുവാനായിട്ട് സാധിക്കും. അതുപോലെ വനിതാ വിഭാഗത്തിന്റെ ഭാഗമാകുക. നിരവധി പ്രവർത്തന പരിപാടികളുമായിട്ടാണ് നമ്മൾ ലേഡീസ് വിങ്ങിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിലൊക്കെ എല്ലാവരും പങ്കാളികളാകുക. അതുപോലെ ഇന്ന് നടക്കുന്ന ഈ കുടുംബ സംഗമത്തിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും എല്ലാവർക്കും, കാരണം ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളമായി. അപ്പം അവരവരുടെ വീടുകളിൽ നിന്ന് അവരെത്ര ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ളതാണ് സ്ത്രീകൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരണമെങ്കിൽ. അപ്പൊ അവർക്ക് വീടുകളിൽ അത്രമാത്രം സപ്പോർട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്നത് മാത്രമാണ് അവർക്ക് അത് പുറത്ത് വരാൻ സാധിക്കുന്നത്. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുടുംബ അംഗങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒന്ന് കൈയടിക്കാൻ കേട്ടോ, എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാ. അതുപോലെ നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. മനസ്സിതരെ മാർഗ എന്ന് പറയും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആ മാർഗവും നമുക്ക് മുന്നിൽ തെളിയും. നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റില്ല. നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, കുടുംബിനികളുണ്ട്, നിറയെ ധാരാളം കഴിവുള്ള സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ അടച്ചിരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരിക. നമ്മുടെ കഴിവുകൾ നമ്മുടെ പുറത്തെടുക്കാനായിട്ട് പ്രായം ഒരു പരിധിയേ അല്ല. പ്രായം നമ്മൾ കണക്കാക്കുകയേ വേണ്ട. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ കുടുംബം അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കരുത്തരായി മുന്നോട്ട് വരുവാനായിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ എല്ലാ സഹോദരിമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ഈ സംഘടന ഇനിയും മേൽക്കുമേൽ വളരട്ടെ, അതിന്റെ ഭാഗമാകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you so much. I would like to invite Mr. Krishna Kumar, the program committee convener, to do the honorings for Maya. Krishna Kumar, please. എത്രാമത്തെ വട്ടാണ് പൂ തരണേ സർ? എത്രാമത്തെ വട്ടാണ് പൂ തരണേ? കുറെ വട്ടം പൂ തന്നിട്ടുണ്ടോ? ഉണ്ട്. Thank you so much to the wonderful couples. അടുത്തതായി I would like to invite Mr. Bahulen sir, the main person for this whole program. അത് മാത്രമല്ല, നിങ്ങൾ വരുമ്പോൾ കയറുമ്പോൾ കണ്ട് തിളങ്ങി നിൽക്കുന്ന വണ്ടിയുടെ മെയിൻ സ്പോൺസർ ആണ് സർ. അത് മാത്രമല്ല, the whole backbone of this e-zone, if I have to say, is Bahulen sir. So I would like to invite you onto the stage. നല്ലൊരു കൈയടിയോടെ let us invite Bahulen sir onto the stage. And to do the honorings, I would like to invite Dr. Ranjini Satish to do the honorings for Bahulen sir. Both the main backbones of e-zone clinic and the zone. Thank you so much. അടുത്തതായി I would like to invite Mr. Krishna Kumar sir, the project program committee convener. And to do the honorings, I would like to invite Shajan K. Joseph sir onto the stage. அடுத்ததாയി I would like to invite Mr. Hari Krishnan, the e-zone member and also the sponsor for the prize today, that is washing machine. I would like to invite you onto the stage. To do the honorings, I would like to invite Sir George Anthony, District Joint Secretary. Sir George Anthony, District Joint Secretary, to do the honorings for Mr. Hari Krishnan.
please. To invite Sir P.C. Francis, sir, the district treasurer, to accept the honoring. And I would like to invite Bahulayan sir to do the honorings, please. Bahulayan sir to do the honorings, please. Sponsored by Francis sir. I would like to invite Mr. Sajeev, the working chairman of East Zone. And to do the honorings, I would like to invite Biju Kolupuri sir onto the stage, please. I would like to invite Mr. John Abraham, the vice chairman of East Zone, onto the stage, please. Mr. John Abraham, the vice chairman of East Zone. Next, since Mr. John Abraham is not there, he'll be coming, he's having his lunch. So I will invite Mrs. John Abraham to come on stage, please. I would request Mr. George Anthony onto the stage, please. Mr. Sajeev Kumar to do the honors, please. Good afternoon. As we come to the end of the public meeting, before that, I would request Aishwarya from Abhigere Zone. Right from 11 o'clock, she is standing throughout doing her duties. So, it is my privilege to invite Aishwarya on stage, and the honors will be done by Dr. Rajini Satish. Is there? Doctor is there? Next, I would like to invite Mr. Prasad. Prasad onto the stage to receive the honoring, and Francis sir to do the honorings, please. Thank you so much. അടുത്തതായി, it's the most important person behind all the programs that I've been seeing. ഞാൻ എന്ന് മുതൽ SKKSL വന്ന് കണ്ട കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരാളാണ് who's been running effortlessly for everything but not being honored enough, I feel. I would like to invite Mr. A. Raju, the district vice president. നല്ലൊരു കൈയടി കൊടുക്കണം സാറിന് വേണ്ടിയിട്ട്. The main reason why I am here today is because of him, so thank you so much. തമിഴിലൊരു സിനിമ ഉണ്ടായിരുന്നു, രജനീകാന്തിൻ്റെ സിനിമ. അതിൽ രജനീകാന്ത് പറഞ്ഞായിരുന്നു, ഞാൻ മാപ്പിളയാണ്, പക്ഷേ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ കൂട്ടുകാരനാണ്. അതുപോലെ ഞാൻ ചെയർമാൻ, പക്ഷേ ഇതിന് മുഴുവൻ വർക്ക് ചെയ്തത് മിസ്റ്റർ രാജു. അതുകൊണ്ട് മിസ്റ്റർ രാജുവിന് സ്പെഷ്യൽ താങ്ക്സ്.
Last but not least, I would like to invite Anu Lakshman onto the stage, please. Thank you so much. അടുത്തതായി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു ഘട്ടമാണ് വോട്ട് ഓഫ് താങ്ക്സ്. I would like to invite Mr. Sajeev Kumar, the working chairman of E-Zone, for the vote of thanks. സുവർണ കർണാടക കേരള സമാജത്തിന്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 2016 ചാരിറ്റിയുടെ ഭാഗമായി നമ്മൾ തുടങ്ങിവെച്ച സുവർണ ക്ലിനിക് മഹത്തായ 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് ഇത് ഉപകരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ഇതോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഇനി അതിലേക്ക് കടക്കട്ടെ. ആദ്യമേ ഈസ്റ്റ് സോണിൻ്റെ എല്ലാമായ ചെയർമാൻ ബാഹുലേൻ സാർ, എന്ത് കാര്യത്തിലും മുന്നിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായും അല്ലാതെയും എല്ലാ സഹകരണവും ചെയ്യുന്ന അദ്ദേഹത്തിന് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി സുവർണ ക്ലിനിക്കിന്റെ ജീവനാഡി എന്ന് തന്നെ പറയാം, ഡോക്ടർ രജനി സതീഷ്. മലയാളിയായ വീട്ടമ്മമാർക്ക് സൗകര്യപ്രദമായി അവരുടെ അസുഖ കാര്യങ്ങൾ പറയാൻ ഒരിടം. ഡോക്ടർക്ക് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ക്ലിനിക്കിലെ സിസ്റ്ററായ ലാലി മേമിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സാങ്കി പ്രസാദ് സാർ നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ ക്ലിനിക്കിൽ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെയും എല്ലാവിധ സാമ്പത്തിക സഹായവും നൽകി വരികയാണ്. അദ്ദേഹത്തിന് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ശ്രീ പത്മനാഭ ഡി സാർ. എല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് 2016 നമ്മുടെ ക്ലിനിക്ക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. ഏത് കാര്യത്തിനും അദ്ദേഹത്തെ സമീപിച്ചാലും സന്തോഷത്തോടെ ചെയ്തു തരുന്ന അദ്ദേഹത്തിന് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിന്റെ ഓണറായ MN റെഡ്ഡി സാറിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. രാജൻ ജേക്കബ് സാർ നമ്മുടെ സംഘടനയുടെ ഫൗണ്ടർ മെമ്പറും ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രസിഡന്റും സംഘടനയുടെ ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ മുന്നിൽ നിൽക്കുന്ന നേതാവ്, അദ്ദേഹത്തിന് ഈസ്റ്റ് സോണിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി AR രാജേന്ദ്ര സാർ ഏത് കാര്യത്തിനും അദ്ദേഹത്തെ വിളിച്ചാലും ഒരു മടിയും കൂടാതെ എല്ലാവിധത്തിലുള്ള സഹകരണവും ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിനും ഈസ്റ്റ് സോണിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സന്തോഷ് തൈക്കാടിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ സംസാരിക്കുന്നത് പോലെ കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള സൗമ്യനായ വ്യക്തി, അദ്ദേഹത്തിനും ഈസ്റ്റ് സോണിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഫൗണ്ടർ മെമ്പറും SKKSന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയുമായ ശ്രീ മഞ്ജുനാഥ് സുമുഖനും സൗമ്യനുമായ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഈസ്റ്റ് സോണിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ KJ ബൈജു ഈസ്റ്റ് സോൺ അഡ്വൈസറും ഏത് കാര്യവും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിവുള്ള വ്യക്തി, അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ബിജു ജോസഫ് ഈസ്റ്റ് സോണിന്റെ കരുത്തനായ കൺവീനർ, ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീമതി മായ കൃഷ്ണകുമാർ ഈസ്റ്റ് സോൺ ലേഡീസ് വിങ്ങിന്റെ ശക്തയായ നേതാവ്, അവർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ KP ശശിധരൻ ലോക കേരള സഭാ മെമ്പറും നമ്മുടെ സുവർണ ഭവനം പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്ററുമായ അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ഷാജൻ K ജോസഫ് SKKS സ്റ്റേറ്റ് കോർഡിനേറ്ററും ഫൗണ്ടർ മെമ്പറുമായ അദ്ദേഹത്തിനും ഈസ്റ്റ് സോണിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ബിജു കോലക്കുഴി SKKS സുവർണ ഭവന പദ്ധതിയുടെ ചെയർമാനായ അദ്ദേഹത്തിനും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ ജോൺ എബ്രഹാം, ഫൗണ്ടർ മെമ്പറും ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റുമായ ശ്രീ A രാജു, ഡിസ്ട്രിക്ട് ട്രഷറർ PC ഫ്രാൻസിസ്, ഈസ്റ്റ് സോൺ എക്സിക്യൂട്ടീവ് മെമ്പർ ആയ ശ്രീ രാജേന്ദ്ര പ്രസാദ്,
ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായ ശ്രീ കൃഷ്ണകുമാർ, ജോയിന്റ് കൺവീനർമാരായ ശ്രീ കിരൺനാഥ്, അഖിൽ പ്രസാദ്, നമ്മുടെ സോണിൻ്റെ ഫൈനാൻസ് കൺവീനറായ അനു ലക്ഷ്മൺ, ഈസ്റ്റ് സോണിൻ്റെ മറ്റ് എല്ലാ നേതാക്കന്മാർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരണങ്ങൾ ചെയ്തു തന്ന ഭീമ ജ്വല്ലേഴ്സ്, സൂരജ് മണി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷാരോൺ ഇവൻറ്റ്സ് ജോർജ് ആന്റണി, നമുക്ക് സദ്യ ഒരുക്കി തന്ന ആൻസ് കിച്ചൺ, മനോഹരമായ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തു തന്ന ശ്രീ PC ഫ്രാൻസിസ്, ലക്കി ഡീപ്പിലേക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത ശ്രീ ബാഹുലേയൻ സർ, രാജൻ ജേക്കബ്, പ്രഭാകരൻ, ഹരികൃഷ്ണൻ, അജയ് കുമാർ, ജോൺ എബ്രഹാം, ക്യാമറ ആൻഡ് വീഡിയോഗ്രാഫി HS ക്രിയേഷൻ മിസ്റ്റർ ഹരി, ഫോട്ടോ വിഷൻ മിസ്റ്റർ കബീർ, സർപ്രൈസ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്ത സജീവ്, രാജു, രാജേന്ദ്ര പ്രസാദ്, ഓഡിറ്റോറിയം മാനേജർ ശ്രീ രമേശ് സർ, ഫുഡ് സ്പോൺസർ ചെയ്ത ജോൺസൺ CA, സണി ഫ്രാൻസിസ്, ടോബി ജേക്കബ്, ചന്ദ്രസേനൻ, സജി NV. കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും മുതിർന്നവർക്കും ഇന്നത്തെ നമ്മുടെ MC ആയ ശ്രീമതി ഔഷരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ കരുത്തരായ ഫൗണ്ടർ മെമ്പേഴ്സ്, സ്റ്റേറ്റ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, സോണൽ ചെയർമാൻമാർ, കൺവീനർമാർ, ഫൈനാൻസ് കൺവീനർമാർ, ബോർഡ് മെമ്പേഴ്സ്, EC മെമ്പേഴ്സ്, മറ്റ് നല്ലവരായ എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സംഘടനയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈസ്റ്റ് സോൺ വർക്കിംഗ് ചെയർമാൻ സജീവ് കുമാർ. താങ്ക് യു. 1 minute before you all wind up. എത്ര പേര് ഇതിൽ ഭക്ഷണം കഴിച്ചിരുന്നു? ഭക്ഷണം കഴിച്ചവർ എത്ര പേരുണ്ട് ഇതിൽ? ഇത്രയേ ഉള്ളൂ? എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. That is what I have been waiting for. ഭക്ഷണം അടിപൊളിയായിരുന്നില്ലേ? സൂപ്പർ ഭക്ഷണം. അപ്പൊ അത് ചെയ്തത് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? Let me invite Sumesh and Anupama, the backbone behind the food that is served today. Anne's Catering എന്നാണ് ഇവരുടെ പേര്. നമ്മുടെ രാജു സർ ആണ് എപ്പോഴും പോലെ ഇവരെ ഇൻവൈറ്റ് ചെയ്ത്. ഇവരെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് പറയണം. ബിക്കോസ് ഇവരുടെ എല്ലാ പരിപാടിക്കും ഞാനാണ് ആങ്കറിങ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവരെ നിങ്ങൾ കുക്ക് ചെയ്താൽ എന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു കല്യാണം തൊട്ട് നൂലുകെട്ട്, കുട്ടിയുടെ ബർത്ത്ഡേ, എന്ത് പരിപാടിയാണെങ്കിലും മൊത്തത്തിൽ ഏറ്റെടുക്കും നമ്മുടെ ആൻ കേറ്ററേഴ്സ്. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കുക ആൻ കേറ്ററേഴ്സിന് വേണ്ടിയിട്ട്. ഇനി കഴിക്കാത്തവർ കഴിച്ചിട്ട് ഈ കൈയടിയുടെ ബൂസ്റ്റ് ഒന്ന് കൂട്ടണം കേട്ടോ. End of the public meeting. ഇനി കഴിക്കാത്തവരൊക്കെ പോയി ഭക്ഷണം കഴിക്കാം. പരിപാടികളുടെ അടുത്ത ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന പല കലാപരിപാടികളും വരാനിരിക്കുന്നത്. ആദ്യമായി പ്രാർത്ഥന പ്രസീദ് അവതരിപ്പിക്കുന്ന നൃത്തം. അതിനുവേണ്ടി പ്രാർത്ഥനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है कही जो है सुनी वो बात क्या है भला, मितवा ये खुद से तो ना छुपा
അടുത്തതായി ഒരു ഫിലിം സോങ്ങിന് വേണ്ടി ജയശ്രീയെ സ്വാഗതം ചെയ്യുന്നു. വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരിനൽ കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലുലയേ കുളിരു പെയ്തിനിയ കുഴലുമൂതേനി കുറുമൊഴി ഇതിലെ വാ ആരോ പാടിപ്പെയ്യുന്നു തേന്മഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ തളിരിലെ പവിഴമൊരുകുമി ഇലകൾ ഹരിതമണികളണിയും കരളിലെ പവിഴമൊരുകി വേറെയൊരു കരളിനിഴയിലുറയും കുളിരു പെയ്തിനിയ കുഴലുമോതീനി കുറുമൊഴി ഇതിലെ വാ ആരോ പാടിപ്പോകുന്നു തേനലകൾ കുതിരും നിലമിതൊഴുതു മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാതോരം തേൻചോരു
पशु पक्षी പോരെ. താങ്ക് യു. അടുത്ത നമുക്കൊരു ചെണ്ടമേളം ആസ്വദിക്കാം. അതിനായി ചെണ്ടമേളം ടീമിനെ സ്വാഗതം ചെയ്യുന്നു. आज की रात मजा उसका आँखों से लीजिए. आज की रात मजा उसका आँखों से लीजिए. वक्त बर्बाद दिन बात की बातों में कीजिए. वक्त बर्बाद दिन बात की बातों में कीजिए. आज की रात मजा हुस्न का आँखों से लीजिए. आज की रात मजा हुस्न का आँखों से लीजिए. जान की कुर्बानी ले दिल पर जानी तबाही पक्की है आग तू मैं पानी. जान की कुर्बानी ले दिल पर जानी तबाही पक्की है आग तू मैं पानी. मेरे महबूब समझिए जरा मौके की नजाकत. मेरे महबूब समझिए जरा मौके की नजाकत के खरीदी नहीं जा सकती हसीनों की इजाजत के नहीं जा सकती हसीनों की इजाजत. नाज इतना मेरी जान नाज इतना भी नहीं खोखले वादों पे कीजिए. आज की रात
അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് വൈഷ്ണവി നാട്യശാല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഭരതനാട്യം അവതരിപ്പിക്കുവാൻ എത്തിയിരിക്കുന്നത് ഗുരു ശ്രീ മിഥുൻ ശ്യാമുടെ ശിഷ്യരായ വൈഷ്ണവി നാട്യശാല സംഘം. ശ്രീ മിഥുൻ ശ്യാമിനെ കുറിച്ച് ചിരപരിചയം. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാര ജേതാവായ ശ്രീ മിഥുൻ ശ്യാം ഗുരു ഭരതശിഖരം പത്മിനി രാമചന്ദ്രന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളാണ്. 3.5 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഭരതനാട്യം നൃത്യം അഭ്യാസകനും 26 വർഷം നീണ്ട നൃത്യ അധ്യാപകനുമായ ശ്രീ മിഥുൻ ശ്യാം ദേശത്തിന് സുപരിചിതനാണ്. പല അവസരങ്ങളിലായി മഹത് വ്യക്തികളായ ലോകസഭാ സ്പീക്കർ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർക്ക് മുന്നിൽ നൃത്യം അവതരിപ്പിക്കുവാനുള്ള അപൂർവ അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 550-ൽ അധികം വിദ്യാർത്ഥികളുള്ള ബംഗളൂരുവിൽ വൈഷ്ണവി നാട്യശാലയുടെ സ്ഥാപക നിർദ്ദേശകനാണ് നമ്മുടെ ഗുരു ശ്രീ മിഥുൻ ശ്യാം. ഇന്ന് ശ്രീ മിഥുൻ ശ്യാമിൻ്റെ ശിഷ്യന്മാര് അവതരിപ്പിക്കുന്നത് ശ്രീരാമ വൈഭവം. കർണാട്ടിക് സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ പ്രമുഖരായ ശ്രീ ത്യാഗരാജസ്വാമികൾ രചിച്ച പഞ്ചരത്നം എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൃതികളിൽ ഒന്നാണ് ജഗദാനന്ദകാരക. ഈ കൃതിയുടെ നൃത്യാവിഷ്കാരമാണ് ഇന്നത്തെ പ്രധാന ഇനം. സ്നേഹനിധിയും ധർമ്മിഷ്ഠനായ ശ്രീരാമദേവന്റെ മഹത്വത്തെ വിവരിക്കുന്ന ഒരു ഭക്തി നിറഞ്ഞ കൃതി. നൃത്യത്തിലൂടെ രാമായണത്തിലെ പ്രമുഖ കഥാഭാഗങ്ങളായ ദശരഥ പുത്രകാമേഷ്ടിയാഗം, സീതാ സ്വയംവരം, ശൂർഭണഖ മദഹരണം, ഹനുമാൻ സീതാ സംഗമം, ലങ്കാദഹനം, അവസാനമായി രാവണവധം എന്നിവയെ പ്രതിബന്ധിച്ചിരിക്കുന്നു. നാട്യരാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശ്രീ ത്യാഗരാജസ്വാമികൾ രചിച്ചിരിക്കുന്ന ജഗദാനന്ദകാരക എന്ന കൃതി നൃത്യാവിഷ്കാരം ശ്രീ മിഥുൻ ശ്യാം, അവതരിപ്പിക്കുന്നത് വൈഷ്ണവി നാട്യശാല. ജഗദനന്ദകാരക
tôm tắc kết tờ tắc rì rắc răn nà tắc chân nổ tôm tôm kết tờ tắc á tờ ní kết tờ tắc á tôm kết tờ tắc á tắc á kết tờ tắc á tôm tờ ní kết tờ tắc á chắc á tờ ní kết tờ tắc á nắc á tờ ní kết tờ tắc á tôm tarigira tôm tarigira nom tarigira tổ chitta tò đi chitta tì tổ chitta tò đi chitta tì tung cái đất thinh nè 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 đất tung cái đất thinh nè tung cái đất thinh nè tung tại cái đất tung tại cái đất tung tại cái đất tung tại cái 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 tung
इंद्रनीलमणि सन्निभाप घन चंद्र सूर्य नयन प्रमेय वागेन्द्र जनक सकलेश शुभ्र नागेन्द्र शयन शमन वैरि संयुत इंद्रनीलमणि सन्निभाप घन चंद्र सूर्य नयन प्रमेय वागेन्द्र जनक सकलेश शुभ्र नागेन्द्र शयन शमन वैरि Baba
विजित मौनि शापतव परिपाल वरमन्त्र ग्रहणलोल परम शान्त चित्त जनक जाधिप सरोज भव वरदा अखिल पाद विजित मौनि शापतव परिपाल वरमन्त्र ग्रहणलोल परम शान्त चित्त जनक जाधिप सरोज भव वरदा अखिल सृष्टिस्थित्यन्तकारकामिदगामिद फलदा समानगात्र शचीपतिनुता विमनगराजिदगध सारगिद सृष्टिस्थित्यन्तकारकामिदगामिद फलदा समानगात्र शचीपतिनुता विमनगराजिदगध सारगिद
जनमानसाभि सुधाकर कुसुम विमान सुरसारि भुकराब्ज लालित चरण पगुण सुरगण मनहरण सनातन जनुद जनमानसाभि सुधाकर कुसुम विमान सुरसारि भुकराब्ज लालित चरण पगुण सुरगण मनहरण सनातन जनुद करधृत शरजाला सुरमला पहरण वनी सुर सुरावन कवीन विरज मौनि कृत चरित्र सन्नुद श्री त्यागराजनुद करधृत शरजाला सुरमला पहरण वनी सुर सुरावन कवीन विरज मौनि कृत चरित्र सन्नुद श्री त्यागराजनुद नीरजामृत पोषकानि निशवैरि वारिध समीरण जगतुरञ्जनकविधतालया गणित वानराधिपदायुगजग पुरहर सरोज भव केशवादि रूपव सवरि पूजन कांत गगनाधर कण धराप्त कृणाकर शरण गत जन पालन सुमनोरमण निर्विकार निगम सारधर काल पंजर कीर
भुजनकान्तगगनाधरकण धरान्तकृणाकर शरणागत जनमानद सुमनोरमण निर्विकार निगमसार सीताराम जय जय राम 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 सीताराम Hindi. गणित गुणगणक चील साल विदल नारुण भसवान चरण पार महिमाद्भुत सुख विजन सदन सुर मुनि गण विहित कलश नीर विचारमण पाप गजन सिंह गणज्ञ गणा जाति Tim tum nam nam tim tum nam tom tim tum nam takka tim tum nam tao của ta nào của ta chi của ta ri của ta chi của ta ri của ta ding 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 của ta tao của ta nào của ta chi của ta ri của ta chi của ta ri của ta ding 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 của ta tao của ta nào của ta chi của ta ri của ta chi của ta ri của ta ding của ta ding của ta ding của ta ding của ta Ding
पुरुषर्वरात्मजाश्रित पराधीर कर विराट रावण श्रीरामन मनोहर विकृत ഇത്രയും കൈയടി മതി. ഒരച്ചില് വാർത്തെടുത്ത പോലെയാണ് ഓരോരോ ആളുള്ള അടിപൊളി പെർഫോമൻസ്. Such a brilliant performance. To the whole team of Vaishnavi Natyashala, thank you so much. അടുത്തതായി I would like to invite Danya and Divya for a cinematic dance. പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി അപ്സര രാജകുമാരി പാതിരപ്പൂവിൻ്റെ പനിനീർ പന്തലിൽ പാലയ്ക്കമോതിരം മാറേണം തങ്കത്തമ്പൊരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര അപ്സര രാജകുമാരി തങ്കത്തമ്പൊരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര അപ്സര രാജകുമാരി അല്ലിപ്പൂങ്കാവിലെ ആവണി പലകയിൽ അസ്തമകല്യമൊരുക്കാം ഞാൻ ദശപുഷ്പം കൂടിക്കാം തിരുമധുരം നേദിക്കാം താമരമാലയിരിക്കാം ദശപുഷ്പം കൂടിക്കാം തിരുമധുരം നേദിക്കാം താമരമാലയിരിക്കാം ഒരു നേരമെങ്കിലും ഉന്നിക്കിരീക്കേണം ഒരു മോഹവും പൂക്കേണം ഒരു നേരമെങ്കിലും ഉന്നിക്കിരീക്കേണം ഒരു മോഹവും പൂക്കേണം പൂക്കും മോഹത്തിൻ ഇന്നിനി ചില്ലയിൽ പാട്ടും പാടിയുറങ്ങേണം പൂക്കും മോഹത്തിൻ ഇന്നിനി ചില്ലയിൽ പാട്ടും പാടിയുറങ്ങേണം ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി ഗന്ധർവരാജകുമാരി
പ്രഹരാജകുമാരി. Thank you so much for the wonderful performance. I would like to invite Vaishnavi Natyashala onto the stage, please. ക്ഷമിക്കണം, ഇന്ന് കളിച്ച നർത്തകിമാരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഹനുമാനായി കുമാരി പ്രതീക്ഷ ബാലസുബ്രഹ്മണ്യം, സീതയായി കുമാരി ഋതിക ഗുരുപ്രസാദ്, രാവണനായി കുമാരി റോഷ്നി രാജ, കുമാരി ഹർഷിത രാജേന്ദ്ര ലക്ഷ്മണനായിട്ട്, ശ്രീമതി ഗായത്രി കൃഷ്ണ ശൂർഭണക്കയായി ചെയ്ത്, എൻ്റെ പേര് കുമാരി ശ്വേത സുനിൽ. സുവർണ കേരള സമാജത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും സംഘാടകർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.